പണപ്പുഴക്കത്തെ ഉന്മൂലനം ചെയ്യാനുള്ള സിദ്ധാന്തമാണ് കേന്ദ്ര സർക്കാരിന്റെ ലേബർ കോഡ് എന്ന് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK ബാലൻ. ലേബർ കോഡിനെതിരെ ഫെബ്രുവരി 12-ന് നടത്തുന്ന അഖിലേന്ത്യാ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് CITU നടത്തിയ പോസ്റ്റ് ഓഫീസ് ഉപരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു AK ബാലൻ. തൊട്ടടുത്ത ദിവസമാണ് ഈ നിയമം നോട്ടിഫൈ ചെയ്യുന്നത്. അതിന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞത് ഇത് ഞങ്ങൾക്ക് ലഭിച്ച അംഗീകാരമാണ്. ബീഹാറിലെ ജനതയുടെ വഴിയിൽ തന്നെയാണ് ഇന്ത്യ രാജ്യത്തിലെ ജനത ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് മാൻഡേറ്റ് ഉണ്ട്. 5 വർഷം ഞങ്ങൾ കാത്തിരുന്നു. എന്നിട്ടാണ് ഈ നിയമം നോട്ടിഫൈ ചെയ്യുന്നത്. നോട്ടിഫൈ ചെയ്ത ഈ നിയമത്തിനെതിരായി ഒരു ഘട്ടത്തിൽ BJP അടക്കം രംഗത്തുണ്ടായില്ല. നമ്മുടെ കൂടെ സമരത്തിനില്ലെങ്കിൽ പോലും BMSന്റെ സംഘടന ഇതിൽ വിയോജിപ്പുകൾ ആദ്യം രേഖപ്പെടുത്തി. അവസാനം 2 നിയമങ്ങൾക്കെതിരായി ശക്തമായി പ്രതികരിക്കുകയും ചെയ്തു. ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കിയാൽ മാത്രം സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്രവിഹിതം ലഭിക്കുന്ന സ്ഥിതി കേന്ദ്ര സർക്കാരിന്റെ ഭീഷണിക്ക് വഴങ്ങാൻ കേരളത്തിന് മനസ്സില്ലെന്നും AK ബാലൻ പറഞ്ഞു. ലോകരാജ്യങ്ങൾ ശാസ്ത്ര സമ്പന്നതയിലേക്ക് പോകുമ്പോൾ ഇന്ത്യ അടിമത്തത്തിലേക്കാണ് പോകുന്നത്. ജനാധിപത്യ വ്യവസ്ഥിതിയെ വെല്ലുവിളിച്ച് ജനദ്രോഹ നയങ്ങൾ നടപ്പിലാക്കാനുള്ള തിട്ടൂരമാണ് സംസ്ഥാനങ്ങൾക്ക് മേൽ കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിക്കുന്നത്. 20-ലധികം ലേബർ നിയമങ്ങൾ ലഘൂകരിച്ച് 4 ആക്കിയത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ്. തൊഴിൽ സമയം 12 മണിക്കൂറിലധികം ദീർഘിപ്പിച്ചപ്പോൾ തൊഴിൽ സുരക്ഷയെക്കുറിച്ചോ ആനുകൂല്യ വർധനവിനെക്കുറിച്ചോ മിണ്ടുന്നില്ല. ലോകത്ത് തൊഴിലാളി സുരക്ഷയും വേതനവും വർദ്ധിപ്പിക്കുമ്പോഴാണ് രാജ്യത്ത് തൊഴിലാളികളെ അടിമകളാക്കുന്നത്. ലേബർ കോഡിനോട് BMSന് വിയോജിപ്പാണെങ്കിലും അവർ സമരരംഗത്തില്ല. ജനാധിപത്യം അട്ടിമറിച്ച് സംസ്ഥാന ഭരണം പിടിച്ചെടുക്കുന്നത് തൊഴിലാളി വർഗ വിരുദ്ധ നിലപാടുകൾ നടപ്പിലാക്കാനുള്ള മാർഗമായും അതിനുള്ള സ്വീകാര്യതയുമായാണ് കേന്ദ്ര സർക്കാർ കണക്കാക്കുന്നതെന്നും AK ബാലൻ പറഞ്ഞു. CITU ജില്ലാ പ്രസിഡന്റ് PM മോഹനൻ അധ്യക്ഷത വഹിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്, CITU ജില്ലാ സെക്രട്ടറി M ഹംസ, CITU ഭാരവാഹികളായ TK നൌഷാദ്, V സരള, TK അച്യുതൻ, SP രാജു എന്നിവർ സംസാരിച്ചു.